ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ +2 റിസൾട്ട് പ്ലസ് എ ലിറ്റിൽ സ്ലൈസ് ഓഫ് മൈ ഡേ എന്ന് വെച്ചാൽ ഒരു ഡെയിലി വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് മദ്രസൊക്കെ പോയി വിട്ടു വന്നു. അപ്പോൾ ഇതെന്താ ഈ ഒരു സമ്മാനം കാണിക്കുന്നതെന്നല്ലേ. അപ്പോൾ പെരുന്നാളൊക്കെ ആയില്ല. അപ്പോൾ പെരുന്നാളനുബന്ധിച്ച് മദ്രസയിൽ പെരുന്നാൾ പൊലിവ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗേൾസിനുണ്ടായിരുന്നത് പ്രബന്ധരചനാ മത്സരമായിരുന്നു. അതിന് ഗൈസ് എനിക്ക് സെക്കൻഡ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സമ്മാനമാണ് ഗൈസ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഷാലൂന് കളറിങ് മത്സരമായിരുന്നു. അപ്പോൾ അവനക്കും അതിൽ സെക്കൻഡ് കിട്ടി. അപ്പോൾ ഓൻ്റെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പെന്നും അതുപോലെ ഒരു നോട്ട്ബുക്കും പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചല്ല ഒരു ട്രോഫി. അപ്പോൾ അതായിരുന്നു കേട്ടോ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഷാലൂന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഡോംസിൻ്റെ സെറ്റായിരുന്നു. എന്ന് വെച്ചാൽ അതിൽ പെൻസിൽ, സ്കെയിൽ, റബ്ബർ, ഷാർപ്നർ അങ്ങനത്തെ ഒരു സെറ്റും പിന്നെ പറഞ്ഞ പോലെ ആദ്യം കാണിച്ച ആ ഒരു എൻ്റെ പോലെ തന്നെ ഒരേപോലത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൻ്റെ കൈയാണ് ആ ഒരു ഇടയിൽ കാണിക്കുന്നത്. ഇതിൽ കൂടുതൽ പേരും തമ്പനയിലിൽ +2 റിസൾട്ട് കണ്ടു വന്നവരായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ +2ലല്ലോ 8ലല്ലേ പഠിക്കുന്നതെന്ന്. അത് ഞാൻ 8ലാണ് പഠിക്കുന്നത്. ഞാൻ +2 സ്ക്രൈബ് റിസൾട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. സ്ക്രൈബ് എന്ന് വെച്ചാൽ ഈ +2 എക്സാം എഴുതാൻ കഴിയാത്ത കുട്ടികളുണ്ടാവില്ലേ, ആ ഒരു കുട്ടികൾക്ക് നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് കേട്ടോ സ്ക്രൈബ് എക്സാം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ 8ൽ പഠിക്കുന്ന ഒരു കുട്ടി +2ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതി കൊടുത്തു, അത്ര തന്നെ. അപ്പോൾ എന്നെ 8ൽ നിന്ന് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു +2ക്ക് എക്സാം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു കുട്ടിക്ക് +2 എക്സാം എഴുതി കൊടുക്കും, നമ്മുടെ ആനുവൽ എക്സാം എഴുതി കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മുടെ മെയ് 26 വന്നു. അപ്പോൾ ആ ഒരു റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ നെട്ടിപ്പോയി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ റിസൾട്ടിൽ. ഇത്രയും മാർക്ക് കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങൾ മാർക്ക് കാണാൻ വിചാരിക്കുന്നത് ചെറിയ മാർക്കല്ലേന്ന്, പക്ഷേ എനിക്കിത് ഭയങ്കര വലിയ മാർക്കാണ്. കാരണം എൻ്റെ എക്സാമും അതുപോലെ ആ ഒരു കുട്ടിയുടെ എക്സാമും +2ഉം അതുപോലെ 8ഉം രണ്ടും കൂടി എഴുതണം. എനിക്ക് ആകെ പഠിക്കാൻ കിട്ടുന്ന സമയം ഒന്ന് രാത്രിയാണ്. കാരണം വെച്ചാൽ രാവിലെ തന്നെ +2 എക്സാം എഴുതണം, അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മുടെ എക്സാം 8ലെ എക്സാം, അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി രാത്രിയാണ് പഠിക്കാൻ കിട്ടുന്ന സമയം. അപ്പോൾ ആ 2 എക്സാമും കൂടി ആ രാത്രി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്ക് കിട്ടിയ മാർക്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മാർക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ A+ പോലും ലഭിക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഗൈസ് എനിക്കൊരു A+ഉം അതുപോലെ ഒരു Bയും 3 C+ഉം Cയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു A+ കണ്ടപ്പോൾ തന്നെ ഞാൻ നെട്ടിപ്പോയി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ A+ ഒന്നും ഉണ്ടാവില്ല, ഒന്ന് പാസ്സായാൽ മതിയായിരുന്നു വിചാരിച്ചതായിരുന്നു. അങ്ങനെ ഗൈസ് ഇതാണ് എൻ്റെ മാർക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ചെറിയ മാർക്കല്ലേന്ന്, പക്ഷേ എനിക്കിത് ഭയങ്കര വലിയ മാർക്കാണ് കേട്ടോ. കാരണം 2 എക്സാം കൂടി എഴുതിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു മാർക്ക് കിട്ടിയത്. അതിനെക്കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ എക്സാമിൽ ഞാൻ പാസ്സായി, ആ ഒരു എക്സാമിലും പാസ്സായി. അതിനെക്കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ റിസൾട്ട് പറഞ്ഞ് നമ്മുടെ ഈ വ്ളോഗ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു റിസൾട്ടിൻ്റെ സന്തോഷത്തിൽ നമ്മൾ രാത്രി പോയത് തറവാട് ഫുഡ് സ്പോട്ടിലാണ്. നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇപ്പം പോവാണ്. അങ്ങനെ നമ്മൾ രാത്രി അവിടെ എത്തി. നമ്മൾ ഓർഡർ ചെയ്തത് ബ്രോസ്റ്റ് ആയിരുന്നു. ഷാലിത കുറേ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബ്രോസ്റ്റ് ഓർഡർ ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ക്രഷ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നായിരുന്നു ഇങ്ങനെ വാങ്ങിച്ചത്. ഇത് ഓരോരോ ഫുഡ് കോർട്ട് പറഞ്ഞ ഓരോരോ ഷോപ്പാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഫ്രൈ ക്രഷ് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നാണ് ബ്രോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബ്രോസ്റ്റ് ആയിരുന്നു, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അവിടെ കുറേ പേര് ലോഡഡ് ഫ്രൈസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ലോഡഡ് ഫ്രൈസിന് എന്താ ടേസ്റ്റ് കൂടുതലാണോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ വിചാരിച്ചാണ്ട് ഒന്ന് വാങ്ങി നോക്കി. കഴിച്ച് നോക്കിയപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ല, നല്ല അടിപൊളി എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു. ഷാലിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് രണ്ടും കഴിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തറവാട് ഫുഡ് കോർട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.